ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ ഭാവനയും ഭക്തിയും ഒത്തുചേർന്ന മധുരമനോഹരമായ ഗോപീഗണപതി എന്ന കവിതയാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. 103 ഈരടികളോട് കൂടിയതാണ് ഗോപീഗണപതി എന്ന ഈ കവിത എന്നുള്ളത് എല്ലാവരെയും ആദ്യം തന്നെ അറിയിക്കുന്നു. അതുകൊണ്ട് അതിലെ കുറച്ച് വരികളാണ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ ഭാഗവതം അറിയാൻ അലിയാൻ എന്ന പ്രഭാഷണ പരമ്പരയോടൊപ്പം കേൾക്കാൻ സാധിക്കുക. ഗോപീഗണപതി. സാധനാവിഘ്നകൂപത്തിൽ നിന്നുമേൽ പോട്ടുകേറുവാൻ ഏത്തമായേത്തമിട്ടിടാം ഗോപീഗണപതിക്കു ഞാൻ. കളിയിൽ കൊതിയാൽ 100 പൊളിയായി തീർന്നുവെങ്കിലും പൊളിയല്ലാതെ മിന്നുന്ന പൊരുളെന്നെ തെളിക്കണം. നെറുകയ്ക്കു മയിൽപ്പീലി നിറയെ തിരുകുന്നവൻ, നിറം നീലിമയായുള്ളോൻ നിറവേറ്റട്ടെ നേർച്ചകൾ. കാൽച്ചിലമ്പൊച്ച കേൾക്കാതെ കാച്ചിവെച്ചൊരു പാൽക്കലം, മച്ചിലന്തിക്കു തപ്പുന്ന മച്ചിത്തഹരനേ തൊഴാം. പൊന്നിങ്കിങ്ങിണിയും പട്ടുകോണവും ചാർത്തി അങ്ങനെ അമ്മയെ ചാരി നിന്നിട്ടു ചിരിക്കും ചിന്മയൻ ഗതി. തൊഴാം വിജ്ഞാനമാർത്താണ്ടനൊരു നാളുമൊരുക്കുവാൻ കഴിയാത്ത കരുത്തുള്ള പുതുവെണ്ണയെഴും കരം. മനസാംഭോരുഹത്തിൻ്റെ വാസനാപുഷ്ടിയൊക്കെയും ഉദ്വസിച്ചു മുടിക്കുന്ന കൃഷ്ണഭൃംഗം ജയിക്കുക. ഭക്തി കൊണ്ടമരപ്പന്തൽ കെട്ടിയാൽ അതിലാടുവാൻ കൗതുകം പൂണ്ടിറങ്ങിയിടും ബ്രഹ്മചന്ദ്രൻ മമാശ്രയം. അരികത്തണയും നേരം കദളിപ്പഴമങ്ങനെ വാസനിക്കുന്ന ഹരിയെ വാസരം തോറുമോർത്തിടാം. ഓർക്കാമാലിലയിൽ സ്വാത്മരതിയായി തൻ്റെ കാൽവിരൽ അമ്മിഞ്ഞ മട്ടിലീമ്പുന്നോരമ്മയില്ലാത്ത കുഞ്ഞിനെ. തൊഴാമഴകഴുന്നോരു മഴവില്ലെന്ന പോലവേ തഴുകാൻ ചെന്നു നോക്കുമ്പോൾ വഴുതും നന്ദബാലനെ.
ജ്ഞാനിയായി ഭക്തിയില്ലാത്ത വഴിപോക്കനടുക്കവേ ഏറും പരിചയക്കേടാൽ കേഴും കണ്ണനു കൈതൊഴാം. പുകളാം കുളിർവെൺകൊറ്റ കുടതൻ കീഴിലങ്ങിനെ പുളകച്ചാമരക്കാറ്റിലലിയും കണ്ണനാശ്രയം. കൂരിരുട്ടത്തു സൂക്ഷിച്ച വെണ്ണ കണ്ടുപിടിക്കുവാൻ സച്ചിൽ കരങ്ങളാം കൊള്ളിമിന്നിക്കും കണ്ണനാശ്രയം. പൂതനയ്ക്കുള്ളൊരക്കൊങ്ക കുന്നിടുക്കു കിളിക്കവേ നിധി കിട്ടിയ നീലക്കല്ലെന്നും ശനിയെ നീക്കണം. കാറണിക്കുഴലും തിങ്കൾ കീറൊളിത്തിരുനെറ്റിയും കൂറെഴും മിഴിയും മഞ്ഞക്കൂറയും ചേർന്നവൻ ഗതി. കുമ്പിടാം രാധതൻ തങ്ക കൊങ്കയാം കുന്നിടുക്കിലായി പഞ്ചതിന്നു കളിക്കുന്ന പഞ്ചവർണ്ണ കിളിക്കു ഞാൻ. മെല്ലെ മെല്ലെ കരം കൊണ്ടു രാധ തൃക്കാൽ തലോടവേ ഇക്ലിയായി ചിരിച്ചീടും ഇത്തിരി കുഞ്ഞിനെ തൊഴാം. ഗോവർദ്ധനാഗ്രമതിലും രാധാകുചതടത്തിലും മുളച്ച കണ്ടകത്തിങ്കലമർത്തും കഴൽ കൂപ്പിടാം. രാധയ്ക്കു പേർ വിളിച്ചിടാൻ പാടില്ലാത്തൊരു പുരുഷൻ മേഘത്തെ പോർ വിളിക്കുന്ന മെയ്യെഴുന്നവനാശ്രയം. പീലിക്കാർ കൂന്തലും കെട്ടിപ്പാലയ്ക്കാമോതിരങ്ങളും ഏലസ്സും പൂണ്ടുപൈക്കൂട്ടം പാലിക്കും ബാലനാശ്രയം. ആവശ്യമെന്നിയ ഗോപവേശ്യാസ്ത്രീ ഭവനങ്ങളിൽ തോന്നിവാസത്തിനായി പോകും ശ്രീനിവാസന്നു കൈതൊഴാം. നേരിട്ടെഴുതുവാനെന്തോ പേടിച്ചുപനിഷത്തുകൾ ഇടവെച്ചെഴുതാറുള്ള തമ്പുരാനെൻ്റെ തമ്പുരാൻ. അപൂർണമായി കിടക്കുന്നോരൻ ജീവിത സമസ്യയെ ഭംഗിയിൽ പൂരണം ചെയ്യുമുത്തമ ശ്ലോകനാശ്രയം. ഹരിക്കട്ടെ നമുക്കുള്ള ദുരിതം ഹരിതന്നുടെ തിരുമാറിൽ മണം വീശി പെരുമാറുന്ന മാലകൾ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ. കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമ. ഹേ കൃഷ്ണ തുഭ്യം നമ. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളൊന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ, ആ അക്ഷരപൂജയുടെ 945 ദിവസമാണ് ഇന്ന്. കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ വളരെ ഭക്തിസാന്ദ്രമായ ഗോപീഗണപതി എന്ന കീർത്തനത്തിലെ ചില ഭാഗങ്ങളാണ് നമ്മൾ നേരത്തെ കേട്ടത്. ഭാഗവതത്തിൽ 12 സ്കന്ധം, മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ആശ്രയം
ഏകാശ്രയം ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ തന്നെയാണ് എന്ന് കാണിക്കുന്ന ദ്വാദശസ്കന്ധം, ആശ്രയം എന്ന ലക്ഷണത്തോടു കൂടിയ ദ്വാദശസ്കന്ധം. അതിൽ മാർക്കണ്ഡേയൻ്റെ കഥ 8, 9, 10 എന്നീ അധ്യായങ്ങളിലൂടെ പറയുന്നു. ആ മാർക്കണ്ഡേയ കഥ കേൾക്കാനുള്ള താല്പര്യം ശൗനകൻ സൂതപൗരാണികൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴാണ് 3 അധ്യായങ്ങളിലൂടെ കഥ പറയുന്നത്. ആ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നലെ കേട്ടത്. സൂതൻ മറുപടി പറയുന്ന 6ാമത്തെ ശ്ലോകം മുതൽ നമ്മളിന്ന് ആരംഭിക്കുകയാണ്. സൂതൻ പറയുന്നു, പ്രശ്നസ്ത്വയാ മഹർഷേയം കൃതോ ലോകഭ്രമാപഹ നാരായണകഥായത്ര ഗീതാ കലിമലാപഹ. ഹേ മഹർഷേ, ത്വയാ കൃതഃ അയം പ്രശ്നഃ, അങ്ങയാൽ ചെയ്യപ്പെട്ടതായ ഈ ചോദ്യം ലോകഭ്രമാപഹ, ലോകത്തിൻ്റെ ഭ്രമത്തെ ഇല്ലാതെയാക്കുന്നതാണ്. യത്ര, യാതൊന്നിൽ, കലിമലാപഹ, കലികളങ്കങ്ങളെ കലിമാലിന്യങ്ങളെ നശിപ്പിക്കുന്നതായ നാരായണ കഥ ഗീത, നാരായണൻ്റെ കഥ അവിടെ ഗാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ശൗനകൻ്റെ ചോദ്യത്തെ അഭിനന്ദിച്ചും കൊണ്ടാണ്. ഇതൊക്കെ സജ്ജനങ്ങളുടെ സ്വഭാവമാണ്. സാധാരണ ആളുകളാണെങ്കിൽ എന്തു ചെയ്യും? ഇതൊക്കെ പറയാനുള്ള കഴിവ് തനിക്കുണ്ട്, ഇപ്പം താനാണ് കേമൻ എന്നുള്ള രീതിയിലാണ് സാധാരണ ആളുകളൊക്കെ പെരുമാറുക. പക്ഷെ സജ്ജനങ്ങൾ അങ്ങനെയല്ല, അവർ സാരഗ്രാഹികളാണ്. ആ ശൗനകൻ്റെ ചോദ്യത്തിൻ്റെ പ്രാധാന്യത്തെയും ഒക്കെ സൂചിപ്പിച്ചും കൊണ്ടാണ് പറഞ്ഞത്, അങ്ങയുടെ ചോദ്യം വളരെ നന്നായി. അങ്ങ് ചെയ്ത ഈ ചോദ്യം ഇത് കേവലമായ അങ്ങയുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി മാത്രമല്ല, ലോകത്തിൻ്റെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിനാണ്. ഒരിക്കലും അങ്ങയിൽ ഒരു സ്വാർത്ഥതയില്ല എന്ന് ചുരുക്കം. നിസ്വാർത്ഥമായ ഇത്തരം ചോദ്യങ്ങളാണ്, ഇത്തരം പ്രവൃത്തികളാണ് നമ്മൾ ലോകത്തിൽ ഉണ്ടാവേണ്ടത്. കാരണം അങ്ങ് ചോദിച്ച ചോദ്യം ലോകത്തിൻ്റെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. കാരണം എന്താ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്നുള്ളത് നാരായണ കഥകളാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന കഥകളിൽ നാരായണൻ്റെ ലീലകൾ ഗാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ ഗാഥകൾ, ഭഗവാന്റെ കഥകൾ, അത് കലികൽമഷങ്ങളെ, കലിമാലിന്യങ്ങളെ പൂർണ്ണമായും ഇല്ലാതെയാക്കി ഹൃദയശുദ്ധി, മനഃശുദ്ധി നമുക്ക് നൽകുന്നതാണ്. കലിമാലിന്യങ്ങൾ തീരാൻ, കലിദോഷങ്ങൾ തീരാൻ എന്തു വേണം? ഹരിനാമങ്ങൾ യഥാവിധി വേണ്ട പോലെ കീർത്തിക്കണമെന്നാണ്. അപ്പം അതുകൊണ്ട് അങ്ങയുടെ ചോദ്യം വളരെ നന്നായി. പ്രാപ്തദ്വിജാതി സംസ്കാരോ മാർക്കണ്ഡേയപ്പിതുക്രമാൽ ഛന്ദാംസി അധീത്യ ധർമ്മേണ തപസ്വാധ്യായ സംയുത. മാർക്കണ്ഡേയൻ്റെ കഥ പറയുകയാണ്. പ്രാപ്തദ്വിജാതി സംസ്കാര, ദ്വിജന്മാർക്ക് ഉചിതമായിരിക്കുന്ന സംസ്കാരത്തോടു കൂടിയ മാർക്കണ്ഡേയൻ. മൃകണ്ഡു തനയ, മൃകണ്ഡുവിൻ്റെ പുത്രനാണ് മാർക്കണ്ഡേയൻ. അങ്ങനെയുള്ള മാർക്കണ്ഡേയൻ ക്രമാത് പിതൂഹു ഛന്ദാംസി അധീത്യ, ക്രമമായി, അനുക്രമമായി അച്ഛനിൽ നിന്ന്, നേരത്തെ പറഞ്ഞ മൃകണ്ഡുവിൽ നിന്ന് തന്നെ ഛന്ദാംസി, വേദങ്ങളെ അധീത്യ, അധ്യയനം ചെയ്തിട്ട് ധർമ്മേണ, ധർമ്മത്തോടുകൂടി തപസ്വാധ്യായ സംയുത, തപസ്, സ്വാധ്യായം എന്നിവയോടുകൂടി അവിടെ ഇരിക്കുന്നു. മാർക്കണ്ഡേയൻ തപസ്സുകൊണ്ട് പ്രത്യക്ഷപ്പെടുത്തിയ ഭഗവാനിൽ നിന്ന് മായാവൈഭവത്തെ, മായയെ, ദ്രക്ഷിയെ മായാം എന്നാണ് ചോദിച്ചത്. ഭഗവാൻ ആ വരം നൽകി. അപ്പോൾ കൽപ്പം യഥാർത്ഥത്തിൽ സംഭവിക്കാതിരിക്കെ 6 കൽപ്പം കഴിഞ്ഞതായിട്ട് മാർക്കണ്ഡേയന് മാത്രം അനുഭവപ്പെട്ടു എന്നാണ്. അപ്പോൾ ഉത്തരം പറയാൻ തുടങ്ങുമ്പോൾ സൂതൻ മാർക്കണ്ഡേയൻ്റെ തുടക്കം മുതൽ, മാർക്കണ്ഡേയ ചരിത്രം സംക്ഷേപിച്ച് പറയുകയാണ്. ഗർഭാധാനം മുതൽ ഉപനയന പര്യന്തമുള്ള സംസ്കാരത്തെ പിതാവിൽ നിന്ന് ക്രമത്തിൽ ലഭിച്ച മാർക്കണ്ഡേയൻ. ബ്രാഹ്മണർക്ക് ഷോഡശ സംസ്കാരം എന്ന് പറയും. അത്
ഗർഭത്തിൽ എത്തുന്നതിന് മുമ്പേ തന്നെ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഗർഭാധാനം മുതൽ ഉപനയനം വരെയുള്ള സംസ്കാരത്തെ പിതാവിൽ നിന്ന് അഭ്യസിച്ച ലഭിച്ച മാർക്കണ്ഡേയൻ വേദങ്ങളെ അധ്യയനം ചെയ്തു. ബ്രഹ്മചാരിയുടെ ആ പ്രധാന കർത്തവ്യം, കടമ എന്ന് പറയുന്നത്, ധർമ്മം എന്ന് പറയുന്നത് വേദാധ്യയനമാണ്. അങ്ങനെ വേദത്തെ വേണ്ട പോലെ അധ്യയനം ചെയ്തു. ഏറ്റവും ഉചിതമായ ഒരു ബ്രഹ്മചാരിക്ക് ഉചിതമായ ധർമ്മങ്ങൾ തെറ്റാതെ അനുഷ്ഠിക്കുന്നു. എന്നിട്ടോ സ്വധർമ്മരൂപമായ തപസ്സും അതേപോലെ സ്വാധ്യായം എന്ന് വെച്ചാൽ അധ്യയനം, അങ്ങനെ അദ്ദേഹം ഇരിക്കുന്നു. ബൃഹദ്വ്രതധര ശാന്തോ ജട്ടിലോ വൽക്കലാംബര ബിഭ്രൽ കമണ്ഡലും ദണ്ഡമുപവീതം സമേഖലം. ബൃഹദ്വ്രതധര, ഏറ്റവും ബൃഹത്തായ വ്രതത്തെ ധരിച്ചവൻ. ജട്ടിലഹ, ജടകൾ ധരിച്ചവൻ. അതേപോലെ വൽക്കലാംബരഹ, വൽക്കലമാകുന്ന മരവുരിയാകുന്ന വസ്ത്രം ധരിച്ചവൻ. പിന്നെ ശാന്തഹ, ശാന്തനായി. കമണ്ഡലും ദണ്ഡം സമേഖലം, ജലപാത്രം, ദണ്ഡ്, മേഖല, ആ മേഖലയോടുകൂടിയ, സമേഖലം ഉപവീതം, മേഖലയോടുകൂടിയ പൂണൂല്. ബിഭ്രൽ, ധരിച്ചവനും. കൃഷ്ണാജിനം, സാക്ഷസൂത്രം. കുശാംശ്ച നിയമർദ്ധയേ അഗ്ന്യർക്ക ഗുരുവിപ്രാത്മസ്വർച്ചയൻ സന്ധ്യയോർ ഹരിം. സാക്ഷസൂത്രം, അക്ഷസൂത്രത്തോട് കൂടിയ. കൃഷ്ണാജിനം, കൃഷ്ണമൃഗ ചർമ്മം. നിയമർദ്ധയേ കുശാഞ്ച, നിയമാഭിവൃദ്ധിക്കുള്ള കുശകളെയും. സന്ധ്യയോ, രണ്ട് സന്ധ്യകളിലും, പ്രഭാതസന്ധ്യ, പ്രദോഷസന്ധ്യ. അഗ്ന്യർക്ക ഗുരുവിപ്രാത്മസു, അഗ്നി, അർക്കൻ സൂര്യൻ, ഗുരു ബ്രാഹ്മണര്, ആത്മാവ്. ഇവരിൽ അഞ്ചിലും ഹരിം അർച്ചയൻ, ഹരിയെ അർച്ചിക്കുന്നവനായിരുന്നു, ഈശ്വരനെ കാണുന്നവനായിരുന്നു. ഇപ്പോൾ നൈഷ്ഠിക ബ്രഹ്മചര്യം, അതാണ് ബൃഹദ്വ്രതധര എന്ന് പറഞ്ഞത്. ആ നൈഷ്ഠികമായ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച ജടയും വൽക്കലമാകുന്ന വസ്ത്രവും കമണ്ഡലവും ജലപാത്രവും അതേപോലെ തന്നെ പ്ലാഷിൻ്റെ ദണ്ഡ്, ഇത് ബ്രഹ്മചാരിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പ്ലാഷിൻ്റെ ദണ്ഡ് കയ്യിൽ പിടിക്കുക. അരയിലോ, അരയിൽ മുഞ്ചക്കയർ, അതാണ് മേഖല, മുഞ്ച കൊണ്ടുണ്ടാക്കിയ, മുഞ്ചപ്പുല്ല് കൊണ്ടുണ്ടാക്കിയ കയർ, അതാണ് അരയിൽ ധരിക്കുക. പിന്നെ പൂണൂല്, ഉപവീതം, ആ പൂണൂലൊക്കെ ധരിച്ച് ശാന്തനായിരിക്കുന്ന ഈ മാർക്കണ്ഡേയൻ. പിന്നെയോ സാക്ഷസൂത്രം, അക്ഷസൂത്രത്തോടു കൂടിയ കൃഷ്ണാജിനം, കൃഷ്ണമൃഗ ചർമ്മം. അപ്പോൾ കൃഷ്ണമൃഗത്തോലെ ജപമാല, പിന്നെ കുശയോ, ദർഭകൾ ഒക്കെ ധരിച്ച് വേണ്ടതുപോലെ ആ ബ്രഹ്മചാരിയുടെ നിയമത്തിനനുസരിച്ചുള്ള വേഷം അതേപോലെ ഉണ്ടായിരുന്നു. പിന്നെ സായം സന്ധ്യയിലും പ്രാതസന്ധ്യയിലും ഭഗവാനെ അർച്ചിച്ചു. ഏത് രീതിയിലാണ്? തൻ്റെ മുമ്പിൽ അഗ്നി ജ്വലിക്കുമ്പോൾ അത് ഈശ്വരനാണെന്ന് സങ്കല്പിച്ചു. തൻ്റെ മുമ്പിൽ സൂര്യൻ ഉദിക്കുമ്പോൾ അത് ഈശ്വരനാണെന്ന് സങ്കല്പിച്ചു. തൻ്റെ മുമ്പിലെത്തിയിരിക്കുന്ന ഗുരുനാഥൻ ഈശ്വരനാണെന്ന് സങ്കല്പിച്ചു. തൻ്റെ മുമ്പിലെത്തുന്ന ബ്രാഹ്മണരെല്ലാവരും ഈശ്വരൻ തന്നെയാണ് എന്ന് അദ്ദേഹം സങ്കല്പിച്ചു. ഇത് മാത്രമല്ല, സ്വയമേവ ആത്മാവിനെയും തന്നെയും ഈശ്വരനായി കണ്ടുകൊണ്ട് പൂജിച്ചു എന്നാണ്. അഗ്നിയിലേക്ക് ഹോമം, സൂര്യന് തർപ്പണം അല്ലെങ്കിൽ നമസ്കാരം, ബ്രാഹ്മണർക്ക് വിവിധങ്ങളായിട്ടുള്ള ദക്ഷിണകൾ, ഗുരുനാഥന് തൻ്റെ ആത്മസമർപ്പണം, ഇങ്ങനെ ഈ സ്ഥാനങ്ങളിലൊക്കെ തന്നെ ഭഗവാനെ കണ്ടുകൊണ്ട്, സാക്ഷാൽ ശ്രീഹരിയെ കണ്ടുകൊണ്ട് അദ്ദേഹം വേണ്ട പോലെ ജീവിച്ചു. എന്നിട്ട് പറഞ്ഞു, സായം പ്രാത സഗുരവേ ഭൈക്ഷ്യമാഹൃത്യവാക്യത ബുഭുജേ ഗുരുവനുജ്ഞാത സകൃന്നോ ചേതു പോഷിത. പിന്നെ പറയുകയാണ്, ആ മാർക്കണ്ഡേയൻ സായം പ്രാതഃ ച, സായങ്കാലത്തിലും പ്രാതകാലത്തിലും
ഭൈക്ഷ്യം വാഗ്യത, ഭിക്ഷാന്നത്തെ മൗനവ്രതത്തോടുകൂടിയവനായിട്ട് ഗുരവേ ആഹൃത്യ, ഗുരുവിനായിട്ട് സമർപ്പിച്ചിട്ട്, ഗുരു അനുജ്ഞാത, ഗുരുവിൻ്റെ അനുജ്ഞ ചെയ്യപ്പെട്ടവനായി, സകൃത് ബുഭുജെ, ഒരു നേരം മാത്രം ഭക്ഷിച്ചു. നോച്ചേൽ, ഇല്ലെങ്കിലോ ഉപോഷിത, പട്ടിണി കിടന്നു എന്നാണ്. ഇപ്പം രാവിലെയും വൈകുന്നേരവും ഭിക്ഷാന്നം സ്വീകരിച്ചു, പുറത്തുപോയി ഭിക്ഷയായിട്ട് ഭക്ഷണത്തെ സ്വീകരിച്ചു. എന്നിട്ട് അത് ഗുരുനാഥൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചു. ഗുരുനാഥൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചിട്ടോ അതിനെ ഗുരു സമ്മതിച്ചാൽ മാത്രം, ഗുരുവിൻ്റെ അനുജ്ഞ ലഭിച്ചാൽ മാത്രം ഒരു നേരം ഇതിനെ ഭക്ഷണമായിട്ട് സ്വീകരിക്കും. ഇല്ലെങ്കിലോ, ഇനി അതില്ലെങ്കിൽ ഉപവാസത്തോടുകൂടി ഇരിക്കും, ഉപവസിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഗുരുവിനോട് ചേർന്നിരിക്കും. ഏവം തപസ്വാധ്യായപരോ വർഷാണാമയുതായുതം ആരാധയൻ ഹൃഷീകേശം ജിഗ്യേ മൃത്യും സുദുർജയം. ഏവം തപസ്വാധ്യായപരഃ, ഈ തരത്തിൽ തപസ്, അധ്യയനം ഇവയിൽ തൽപരനായിട്ട്, വർഷാണാം അയുതായുതം, അനേകം അയുതവർഷക്കാലം, 10,000 വർഷക്കാലം, ഹൃഷീകേശം ആരാധയൻ, ഹൃഷീകേശനെ, ഇന്ദ്രിയങ്ങളുടെ നാഥനായിരിക്കുന്ന ആ ഭഗവാനെ, വിഷ്ണുവിനെ ആരാധിക്കുന്നവനായിട്ട്, സുദുർജയം മൃത്യും ജിഗ്യേ, വളരെ ബുദ്ധിമുട്ടുള്ള ആ മൃത്യുവിനെ, മരണത്തെ ജയിച്ചു എന്നാണ്. തപസ്, വേദാധ്യയനം ഇവയിൽ അതീവ താല്പര്യത്തോടുകൂടി അയുതായുത വർഷം, 10,000 വർഷം നാരായണനെ ആശ്രയിച്ച് ആരാധിച്ച് ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ മറ്റാർക്കും ജയിക്കാൻ കഴിയാത്ത ആ മരണത്തെയും അദ്ദേഹം ജയിച്ചു. അങ്ങനെ മാർക്കണ്ഡേയശ്ചിരായു എന്ന് ആദ്യം പറഞ്ഞു ഇല്ലേ, അതിനെ ഉറപ്പിക്കുകയാണ്. ആർക്കും ജയിക്കാൻ സാധിക്കാത്ത മരണത്തെ കൂടി ജയിച്ചു എന്ന് പറയുന്ന 11ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ഹരി ഓം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി, സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ
ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഓം ശാന്തി 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 ഹരി ഓം.